പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊന്നു. ശ്രീകൃഷ്ണപുരം കാട്ടുകുളം സാമ്പ്രിക്കൽ വൈഷ്ണവിയാണ് മരിച്ചത്. ഭർത്താവ് ദീക്ഷിതിനെ ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. സച്ചിൻ വെള്ളിക്കാട് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സച്ചിൻ, എന്നായിരുന്നു ഇങ്ങോട്ട് ക്രൂരകൃത്യം നടന്നത്? ഈ ഭർത്താവ് ദീക്ഷിത് കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? ഇന്നലെ പുലർച്ചെയാണ് വൈഷ്ണവിയെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ദീക്ഷിത് മാങ്ങാട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. തുടർന്നാണ് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നു വൈഷ്ണവി. തുടർന്ന് ഇത്തരത്തിൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണവുമായി വൈഷ്ണവിയുടെ കുടുംബം തന്നെ രംഗത്തെത്തുകയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് വൈഷ്ണവിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയതും. എന്നാൽ ഇന്നലെ തന്നെ വൈഷ്ണവിയുടെ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. അതായത് നിലവിൽ പ്രാഥമിക പരിശോധനയിൽ തന്നെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കഴുത്ത് ഞെരിച്ചിട്ടുള്ള ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയത് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു വൈഷ്ണവിയുടെ ഭർത്താവ് ദീക്ഷിതിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടെ വൈഷ്ണവിയുടെ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഫോറൻസിക് സംഘം ദീക്ഷിതിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി. ദീക്ഷിതിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടെ ദീക്ഷിതിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്.